1996 മെയ് 9 എസ് ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ പുറത്തിറങ്ങി. തമിഴ്നാട്ടിൽ അന്ന് ആദ്യമായി പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്ന പരീക്ഷണം നടത്തിയ സിനിമ കൂടിയായിരുന്നു അത്. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അന്ന് കൈ കൊടുത്ത ആ കൂട്ടുകെട്ടായിരുന്നു ശങ്കർ കമൽ. പടം ഇന്ത്യൻ. ഹലോ, AR റഹ്മാൻ ആയിരുന്നു അന്ന് ആ പടത്തിന്റെ മ്യൂസിക് ഡയറക്ട് ചെയ്തത്. കമൽഹാസന് പുറമെ മനീഷ കൊയ്രാള, ഊർമിള മതോൺകർ, സുകന്യ, നെടുമുടി വേണു എന്നിവരായിരുന്നു ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഡബിൾ റോളിലായിരുന്നു അന്ന് കമൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രബോസ് എന്ന കഥാപാത്രവുമായിരുന്നു ആ രണ്ട് വേഷങ്ങൾ. പച്ചക്കിളികൾ തോളോട് പാട്ടുകുയിലോ മടിയോട് 15 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയോളം കളക്ട് ചെയ്തു. AR റഹ്മാന്റെ അന്നത്തെ ഹിറ്റ് ഗാനങ്ങളും വാലി, വൈരമുത്ത് എന്നിവരുടെ വരികളുമൊക്കെ കാലത്തിനിപ്പുറവും അന്നത്തെ പുതുമയിൽ നിലനിന്നു പോകുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ടെക്നോളജികൾ പരിചയപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു അന്ന് കമലിന്റേത്. മഹാനദി, കുരുതിപ്പിനാൾ, മുംബൈ എക്സ്പ്രസ് എന്നിവയൊക്കെയാണ് അതിൽ ചിലത്. തനിക്ക് കിട്ടുന്ന ഓരോ വേഷങ്ങളിലും കമൽ എടുക്കുന്ന ഓരോ എഫേർട്ടുകളും കൊണ്ടാവാം അദ്ദേഹത്തെ ഉലക നായകൻ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഒരു വേദിയിൽ കമൽ പറഞ്ഞ വാചകമാണിത്: ഞാൻ മരിച്ചതിനു ശേഷവും എന്റെ സിനിമ ജീവിക്കുമെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച വിജയം. ഇപ്പോഴിതാ 28 വർഷങ്ങൾക്ക് ശേഷം ശങ്കർ കമൽ കൂട്ടുകെട്ട് അതേ ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുന്നു. ഇന്ത്യൻ 2. Indians named Senapati, freedom fighter. സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ അന്തരിച്ചു പോയ വിവേക്, നെടുമുടി വേണു, മനോബാല എന്ന നടന്മാരെയും ശങ്കർ ഈ സിനിമയിൽ AI ടെക്നോളജിയിലൂടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അനിരുദ്ധാണ് ഈ രണ്ടാം ഭാഗത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഉദയനിധി സ്റ്റാലിൻ, A. സുഭാഷ്കരൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സേനാപതിയായി കമൽ വീണ്ടും വെള്ളിത്തിരയിൽ എത്തുമ്പോൾ ശങ്കർ എന്ന സംവിധായകന്റെ കഴിവും അത്ഭുതവും ഒക്കെ നമുക്ക് ഇന്ത്യൻ 2-ൽ വീണ്ടും കണ്ടറിയാം. യെസ്, ഇന്ത്യൻ ഈസ് ബാക്ക്. ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு.